അസ്സലാമു അലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി മസാല ഉണ്ടാക്കാണ് കേട്ടോ. അപ്പം മസാലയൊക്കെ ഞാൻ തലേന്ന് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വൈകുന്നേരം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പിറ്റേന്ന് രാവിലെ നമുക്കാണ്ട് മസാല ദോശ ഉണ്ടാക്കുമ്പോൾ അയക്കെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് കടുകും ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ വല്ലുള്ളി ഇട്ട് കൊടുത്തേക്കണം. പിന്നെ കുറച്ച് കേങ്ങും പച്ചമുളകും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണം. പിന്നെ നമ്മളെ മുറ്റത്തില്ലേ നമ്മളെ മല്ലിച്ചപ്പില്ലേ അതും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്താട്ടാ കുറച്ച് വെള്ളവും പാർന്നിട്ട് നമ്മൾ കേങ്ങൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ രാവിലെ എളുപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ മസാല ഉണ്ടാക്കുന്ന നേരം ഒക്കെ കുറേ നേരമാവും മസാലയൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ. അപ്പോൾ അതായി കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് നമുക്ക് എടുത്താൽ മതിയല്ലോ. പിന്നെ ഇതാക്കണ നമ്മൾ പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കാമല്ലോ. മസാലയൊക്കെ നല്ലോണം വെന്ത് ഉടക്കണം കേട്ടോ. ഇനി നല്ലോണം വെന്തിക്കണേ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് കുത്തി ഉടക്കണം. പിന്നെ ഇതാക്കണേ നമ്മൾ അരിയൊക്കെ ആട്ടി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം മാവൊക്കെ നല്ലോണം പൊന്തി വന്നിക്കണേ. അപ്പോൾ അതാക്കണം ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിന് കേട്ടോ. നമ്മളെ മാവ് പൊന്തി വരാനും വേണ്ടി നേരം വൈകിക്കാണ്ടാണ് ഞാൻ അരി അരച്ചിനത്. പിന്നെ മിന്നുട്ടി എന്നും പറയും നമുക്ക് മസാല ദോശ. അപ്പോൾ ഞാനൊന്ന് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിക്കാണ്ട് അങ്ങനെ നേരം വൈകിയതാണ്. ഏതായാലും മാവൊക്കെ നല്ലോണം ഒന്ന് പൊന്തി വന്ന് സോഫ്റ്റായി വന്നിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ മാവും റെഡിയാണ്, നമ്മളെ മസാലയും റെഡിയാണ്. ഇനി നമുക്ക് നമ്മളെ അടുപ്പിൽ തിരിച്ചൊന്ന് മൂട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മളെ അടുപ്പിൽ നിന്ന് വെണ്ണൂറൊക്കെ ഒന്ന് കോരിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ വെണ്ണൂറൊക്കെ വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ണൂറ് വാരാതെ തിരിച്ച് കത്തിച്ചാൽ എങ്ങനെയായാലും തിരിച്ചാണ് കത്തി പിടിച്ചൂല കേട്ടോ. ഭയങ്കര ഗതികേടാണ്. അപ്പോൾ ഏതായാലും വെണ്ണൂറൊക്കെ നമ്മൾ വാരി എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളെ ഓലക്കൊടിയും പിന്നെ നമുക്ക് കുറച്ച് ചുള്ളി വിറകൊക്കെ വെച്ചിട്ട് അത് കത്തിച്ചെടുത്താൽ പെട്ടെന്ന് നമ്മളെ അടുപ്പ് കത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വലിയ ചട്ടിയിലാണ് നമ്മളെ മസാല ദോശ ചുട്ടെടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ മസാല ദോശയാകുമ്പോൾ കുറച്ച് വലിയ അപ്പാണല്ലോ. നമ്മളെ മിന്നുട്ടി പറിച്ചിൽ തന്നെ എന്താണെന്നറിയാം വലിയ അപ്പട്ടമ്മാണ്. അവൾക്ക് ഭയങ്കര തീർപ്പതിയാണ്. അത് ചൂടോടൊക്കെ തിന്നും വേണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം ചുട്ട് വെച്ചുകാണ്ട് ആണെച്ചെങ്കിൽ പിന്നെ അത് സാധനവും മിന്നുട്ടിയും വന്നിക്കാണ്ട് ഒന്നും കൂടി ഗ്യാസുമ്പോൾ വെച്ചുകാണ്ട് അവർക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് ക്രിസ്പി ആകണം എന്നൊക്കെ പറഞ്ഞിക്കാണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ചുട്ട് വെക്കും. പിന്നെ ഓല് നീച്ചുമ്പോഴത്തേന് കുറച്ച് നേരം വെക്കുമല്ലോ. നമ്മളെ പുതിയ അപ്പളക്കൊക്കെ പോകാനാകുമ്പോഴത്തേന് അപ്പവും ചാറും ഒക്കെ ആവുമാണല്ലോ. പിന്നെ ഓല് നീച്ചുമ്പോഴത്തേന് അപ്പമൊക്കെ ചൂടാറും. അപ്പോൾ അതുകൊണ്ട് ഓല് ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. അങ്ങനെ ഇതാക്കണ ഞാൻ മസാല ദോശക്കില്ലേ ദോശ ചൂടാല്ലേ ചട്ടിയൊക്കെ വെച്ചിക്കണ്. പിന്നെ നമ്മളെ കേങ്ങും ഇതൊക്കെ ഒന്ന് ഞാൻ അടുപ്പത്ത് വെച്ചിക്കാണ്ട് ഒന്നുകൂടി ചൂടാക്കി എടുത്തുക്കണം കേട്ടോ. പിന്നെ കേങ്ങൊക്കെ ഞാൻ ഉടച്ചെടുത്തുക്കണ്. പിന്നെ നമുക്ക് കുറച്ച് കടലക്കറി ഉണ്ടായിനി. അപ്പോൾ അത് കളയാൻ പറ്റൂലല്ലോ. അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കി എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അതാക്കണ നമ്മളെ ചട്ടി കുറേ ദിവസമായിക്കണതിൽ നാൾ പത്തിരിയൊക്കെ ചുട്ടുകാണ്ടാണ്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതിൽ ഒന്നും ചുട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം എണ്ണയൊക്കെ തേച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശ ഒന്ന് ചുട്ട് നോക്കാം. അപ്പോൾ ദോശ ചുട്ടിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ ചുട്ടപ്പോൾ നല്ല ഉഷാറായിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണേ ഞാൻ വലിയ അപ്പാക്കിക്കാണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കണത്. മസാല ദോശയല്ലേ അപ്പോൾ വലിയതാണല്ലോ. നമ്മൾ ഹോട്ടലിലൊക്കെ കയറിക്കഴിഞ്ഞാൽ മസാല ദോശ എന്ന് പറഞ്ഞാൽ എന്ത് നല്ലൊരു മസാല ദോശ കഴിക്കാറല്ലേ നമുക്ക് പീടികയെന്നൊക്കെ തരുന്നത്. അതേമാതിരി വലിയ തയ്ക്കാരം. അങ്ങനെ അതൊക്കെ ഞാൻ അവിടെ അപ്പോൾ ചുട്ടിക്കണ്. പിന്നെ കടലക്കറി ചൂടായിക്കണ്. പിന്നെ ഞാൻ ചായൻ്റെ വെള്ളവും തിളച്ചിക്കണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ് നമ്മളെ അപ്പമൊക്കെ വെന്ത് വന്നിക്കണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കുറച്ച് ഓയിലാക്കി കൊടുക്കണം കേട്ടോ. നമ്മളെ അപ്പത്തമ്മ ഒന്നുകൂടി ക്രിസ്പി ആയി കിട്ടാനാണ് നമ്മളപ്പം. പക്ഷേങ്കിൽ അപ്പം എത്ര വെളിച്ചെണ്ണ ആക്കിയിട്ടും എത്ര വെള്ളമാക്കിയിട്ടും നമ്മളെ അപ്പം ഉണ്ടല്ലോ ചട്ടിയിൽ നിന്നാണ് കിട്ടണില്ല മക്കളെ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കുടുങ്ങി. കണ്ടങ്ങൾ
എത്ര അപ്പം ചട്ടിയിൽ നിന്ന് കിട്ടിയ കുത്തി നോക്കിയിട്ടും അപ്പം അനങ്ങണല്ല, കീറുക എന്നല്ലാതെ. ഏതായാലും പിന്നെ ഞാൻ കരുതി ഒന്നങ്ങനെ ആയാൻ വെക്കാം, ഇനി നന്നാവുന്നുള്ളത്. പക്ഷേങ്കിൽ അത് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ കാക്കറിന് അങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. അത് ഞാൻ മൂപ്പർക്കാക്കാണ് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമതും ഒന്നിപ്പം അങ്ങനെ ആയി എഴുതിക്കണ്ടപ്പോൾ ഇനി മറ്റേതാകില്ലല്ലോ എഴുതിയിട്ട് രണ്ടാമത്തതും ഞാൻ പാർന്ന് കൊടുത്തു കേട്ടോ. അയിമലും ഞാൻ കുറച്ചൊക്കെ എണ്ണയും ഇതൊക്കെ തേച്ച് കൊടുത്തു. അപ്പോൾ അതാക്കണ അയിമലും എണ്ണ തേച്ച് കൊടുത്തിക്കണം കേട്ടോ. അതിൽ അതും കുത്തിയെടുത്തു. അപ്പോഴും തന്നെ പണ്ടത്തെ ചങ്കരം തെങ്ങുമ്പോൾ തന്നെ പറഞ്ഞ മാതിരി അതും അതേപോലെ തന്നെ ആയിട്ടോ. ഏതായാലും ഞാൻ വിട്ടുകൊടുത്തില്ല. മൂന്നാമത്തതും ഞാൻ ചൂടാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ തളിച്ച് അങ്ങനെയൊക്കെ കാട്ടി കൊടുക്കണം കേട്ടോ ഹോട്ടലിലൊക്കെ. പിന്നെ ഒരു വല്ലുള്ളിയൊക്കെ വരുതി, പിന്നെ ഞാൻ കുറച്ചുകൂടി എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടോ. ഏതായാലും എണ്ണയും തേച്ച് കൊടുത്ത് പിന്നെ ഞാൻ നല്ലോണം വല്ലുള്ളി ഒന്ന് വരുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങനെയും ഒന്ന് അപ്പം പോരട്ടെന്ന് വിചാരിച്ചിക്കാണ്ട് അങ്ങനെ ഞാൻ മൂന്നാമത്തെ വട്ടവും ഞാൻ എന്താട്ടി മാവ് പാർന്ന് കൊടുത്തു. അപ്പം ഇതാക്കണ് മൂന്നാമത്തെ വട്ടമാണ് കേട്ടോ ഞാൻ മാവ് പാർന്ന് കൊടുത്തിക്കണത്. അപ്പം ഇനി അതെന്താകാന്നുള്ളത് കാത്തിരുന്ന് കണ്ടോളിട്ടോ. വെയിറ്റ് ആൻഡ് സീ കണ്ടോളണ്ടി. അപ്പൊക്കെ നല്ല ഉഷാറായിട്ട് പരത്തി കൊടുത്തിക്കണം കേട്ടോ. നോക്കണം അടിപൊളിയായിട്ട് പരത്തി. ഇനി നമ്മളെ അപ്പം നോക്കിക്കോളിട്ടോ ആവണത് ആക്കണേ. ഏത് ഉള്ളിയാക്കിയിട്ടും കാര്യമില്ല, ഏത് വെള്ളമാക്കിയിട്ടും കാര്യമില്ല. നമ്മളപ്പം അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ അതിമ്മ പണിയെടുത്താൽ ശരിയാവില്ല. നമ്മളെന്താട്ടി ആ ചട്ടിയാണ് വാങ്ങിയിട്ട് നമ്മളപ്പച്ചട്ടിയാണ് വാങ്ങി. മസാല ദോശ ഇനി പിന്നെ ഉണ്ടാക്കാമെന്നും വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി നമ്മളെ മറ്റേ അപ്പം ചുട്ടെടുക്കൽ തുടങ്ങി മക്കളെ. അയിമ്മ അപ്പം ചുട്ട് നിന്നാൽ നേരം വൈകുക എന്നല്ലാതെ അപ്പം നന്നാകണ ഒരു ഇതുമില്ല. ഞാൻ കുറേയൊക്കെ ഞാൻ 2-3 ഞാൻ ചുട്ട് നോക്കിയില്ലേ, ക്ഷമയ്ക്കുമില്ല കുറച്ചൊക്കെ അപ്പോൾ അതിര്. പിന്നെ ക്ഷമയാണ് കിട്ടുകാണ്ട് ഞാൻ എന്താട്ടി നമ്മളെ ചട്ടിയിലാണ് ചൂടിൽ തുടങ്ങി. എന്താ പറ്റിയതെന്ന് ഒരു പിടുത്തമല്ല കേട്ടോ. പിന്നെ ആ ചട്ടിമ കുറച്ച് ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് പാർന്നാൽ ഒക്കെ ശരിയാവും. പിന്നെ മുട്ട നമ്മളടുത്ത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനാണ് വാങ്ങിച്ചതാണ്. ഇപ്പോൾ കണ്ടില്ലേ ഈ ചട്ടിയിൽ അപ്പം ചുട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണ്. അപ്പം മാവിൻ്റെ കുഴപ്പമൊന്നുമല്ല, ചട്ടിൻ്റെ കുഴപ്പമാണ്. ഏതായാലും പിന്നെ ഇനിയിപ്പോൾ മക്കൾ എന്താട്ടും വന്നാൽ മസാല ദോശ എന്ന് പറഞ്ഞും ചെയ്ത് ഞാൻ ചുട്ട് തരാമെന്ന് പറഞ്ഞ് ഇനിയിപ്പം രാവിലെ നീച്ച് വന്നാൽ തലയും മാന്തി ഒളിച്ചൽ തുടങ്ങൂലേ മസാല ദോശ വേണമെന്ന് പറഞ്ഞുകാണ്ട് ഞാൻ എന്താട്ടിന്നറിയോ ഈ അപ്പത്തുമ്പോൾ മസാല ദോശയാണ് ഉണ്ടാക്കി. അല്ല അപ്പം എന്താ കാട്ടണത് അതാക്കണം. ഈ അപ്പം കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിക്കണം കേട്ടോ. മാവൊക്കെ നല്ല ഉസാറായിക്കണേ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മസാലയാണ് തേച്ചു. അപ്പോൾ മസാല തേച്ച് കഴിഞ്ഞാണ്ട് മുന്നോട്ട് ഈ മദ്രസക്ക് പോകാൻ മാറ്റി ഒരുങ്ങി വന്ന് എന്തമ്മ കടി വെച്ചപ്പോൾ മസാല ദോശയാണ്. 37 നല്ല എളുപ്പം പല്ലൊക്കെ തേച്ച് വന്ന് നോക്കിയപ്പോൾ എന്താ ഈ ചെറിയ അപ്പമാണ് കാണുന്നത്. ഇതമ്മ മസാല ദോശ ഇത്രയല്ലല്ലോ, വലിയ അപ്പല്ലേ ഞാൻ ചൂടാൻ പറഞ്ഞു. മന്നാരം മളെ ചട്ടിയിൽ നിന്ന് കിട്ടായിട്ടാട്ടോ എന്ന് പറഞ്ഞേ. ഏതായാലും ഓക്ക് മസാല ദോശയല്ലേ വേണ്ടിയത്, ഇതിമേലാണ് ഒപ്പിച്ചു കൊടുത്തത്. അല്ല അപ്പം എന്താ കാട്ടണത്. അങ്ങനെ ദോശയൊക്കെ ആയി ചായയൊക്കെ കുടിച്ച് നുള്ളി പൊറുക്കി പറഞ്ഞുകൊണ്ട് ഏതായാലും ചായയൊക്കെ കുടിച്ച് മദ്രസക്കൊക്കെ പറഞ്ഞ് വെച്ചിക്കണേ. എന്നെ ഞാൻ മറ്റീമലൊന്നും തേച്ചിട്ടില്ല. ഇനി പിന്നെ കടലക്കറിയും ആ മസാലയൊക്കെ കൂട്ടിക്കാണ്ടൊക്കെ അങ്ങനെ ചായ കുടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താട്ടി വേഗം മുറ്റടിച്ചോരി വന്ന് അകടിച്ചോരി തുടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അകടിച്ചോരലും മിറ്റടിച്ചോരലും തുടക്കലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുമ്പണം. പിന്നെയാണ് നമ്മൾ ചോറും കൂട്ടാനൊക്കെ വെക്കുകയുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെയാണ്, ഓരോ ദിവസം ഓരോ മൂഡാണ്. അല്ലെങ്കിൽ നേരം പൊളുക്കുമ്പം തിരുമ്പാനിറങ്ങും. മിറ്റടിച്ചോരലും അകടിച്ചോരലും തുടക്കലും അവിടെ ഇടും. അല്ലെങ്കിലോ വേഗം അകടിച്ചോരി കണ്ട് തുടക്കും, എന്നിട്ട് പിന്നെ മുറ്റടിച്ചു വരാനിറങ്ങും. അങ്ങനെയൊക്കെയാണ് കാട്ടൽ. ഏതായാലും ഇപ്പം ഇന്ന് നമ്മൾ എന്താട്ടി അകടിച്ചോരലും മിറ്റടിച്ചോരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് തിരുമ്പാൻ ഇറങ്ങിയിരിക്കണത്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ചുള്ളൂ തിരുമ്പാൻ. അതുകൊണ്ടാണ് കേട്ടോ. അന്ന് നേരം വൈകിയാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ വെയിലാകും. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തിരുമ്പാൻ ഇറങ്ങൽ. അതുകൊണ്ട് ഇന്ന് ഏതായാലും കുറച്ചുള്ളൂ തിരുമ്പാൻ. അപ്പോൾ ഇതാണ് കല്ലുമ്മ തിരുമ്പും ചേച്ചാൽ മെഷീനിലിട്ട് ഇടാനും ഇല്ല. എഴുതിക്കാട് അപ്പം ഇനി കല്ലുമ്മ തന്നെ തിരുമ്പാൻ എഴുതി. എന്തെങ്കിലുമൊക്കെ തടി ഇളകും വേണ്ടേ. എന്നിപ്പോൾ മെഷീനിലിട്ടാൽ ശരിയാവില്ലല്ലോ.
അപ്പോൾ പിന്നെ ഏതായാലും ഞാനിന്ന് കല്ലുമ്മ തന്നെ ആയിക്കോട്ടെ എഴുതി. അങ്ങനെ കല്ലുമ്മൽ ഏതായാലും സാബൂനൊക്കെ തേച്ച് തിരുമ്പുകയാണ് കേട്ടോ. അപ്പോൾ സോപ്പും പൊടിയിലൊക്കെ ഇട്ടൊക്കെ മറന്നും ചെയ്ത് ഇനിയിപ്പോൾ സാബൂനൊക്കെ തേച്ച് കാണ്ട് തന്നെയാണ് തിരുമ്പല്ല. അപ്പോൾ എന്താപ്പോൾ കാട്ടണത്, പിന്നെ പെട്ട് കാണ്ട് അപ്പം തന്നെയൊന്നും പിന്നെ തിരുമ്പിയാൽ ചളിയൊന്നും പോകില്ല. അപ്പോൾ അതിലേറെ നല്ലത് നമ്മളിങ്ങനെ സാബൂൻ തേച്ച് കാണ്ട് അടുത്ത് തച്ചിരുമ്പുള്ളതാണ്. ഏതായാലും നമ്മൾ അങ്ങനെ എല്ലതും കണ്ടില്ല, കുറച്ചുള്ളൂ കേട്ടോ അന്ന് തിരുമ്പാൻ. അല്ലെങ്കിൽ ഞാൻ കണ്ടില്ല നിങ്ങൾ പേരും ഇതേനി ഇത്ര കാലം തിരുമ്പാണ്ടായിനില്ലേ. അപ്പം ഇന്ന് ഏതായാലും അതിൻ്റെ ഒരുക്കൊക്കെ ഒന്ന് കുറച്ചുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ നല്ലോണം കല്ലുമ്മ അടിച്ചാണ് തിരുമ്പി. പിന്നെ ഈ കുപ്പായൊക്കെ അങ്ങനെ തിരുമ്പുമ്പോണ്ടല്ലോ നമ്മളെ ഷർട്ടേ, അതിനപ്പോൾ ഞാൻ കുപ്പായം പറഞ്ഞത്. അത് തിരുമ്പുമ്പോൾ കോളറൊക്കെ കല്ലുമ്മ ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അവിടെയൊക്കെ ഇങ്ങനെ നല്ലോണം ചളി ഉണ്ടാവും. അങ്ങനെ നമ്മൾ തിരുമ്പലൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ തിരുമ്പണം മുഴുവനും വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും പിരാന്ത് പിടിച്ചും. പറയാനാണെങ്കിൽ കിട്ടൂല്ല എത്രയ്ക്ക് അതിന് പറയാനുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അതിന്മേണ്ട് ഒതുക്കിയതാണ് കേട്ടോ. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞും ചെയ്തു. പിന്നെ ഞാനൊന്ന് ഒലുമ്പി എടുക്കട്ടെ വിചാരിച്ച്. അപ്പോൾ അതാക്കണ് ഒക്കെ ഒലുമ്പി ഞാനിന്ന് ബക്കറ്റ് കൊന്നിട്ടില്ലെന്ന്. ഇപ്പോൾ ആ പൈപ്പുമ്മ തന്നെയാണ് തൂക്കിയിട്ടെ. അതിമെന്ന് വെള്ളം ചോർന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അതൊന്ന് തോരടാൻ വിചാരിച്ച്. അങ്ങനെ നമ്മൾ ഒക്കെ ഒലുമ്പി അങ്ങനെ വെക്കുകയാണ് കേട്ടോ. നമ്മൾ എന്താ കാട്ടെന്ന് പറയാം, അങ്ങനെ ഒലുമ്പി കണ്ട ആ വെള്ളം കളയില്ല കേട്ടോ. അതിനോട് പിന്നെ ബാക്കി തിരുമ്പാലെല്ലാം കൂടി ഒന്ന് തിരുമ്പിയെടുക്കും. പിന്നെ ഒലുമ്പിണ വെള്ളം കൊണ്ട് പിന്നെ ചവിട്ടിയും പിന്നെ നമ്മളെ കൈക്കലക്കണ്ടും അതൊക്കെ അങ്ങോട്ട് അതും തിരുമ്പും. നമ്മളങ്ങനെ കാട്ടും കേട്ടോ. നമ്മൾ ആ വെള്ളം ഒലുമ്പിയ വെള്ളമാണ് പിന്നെ തിരുമ്പാൻ പറ്റൂല, അധികാണ്ടൊന്നും നിൽക്കൂല. നമ്മൾ ആ വെള്ളം കളയില്ല കേട്ടോ. ആ വെള്ളത്തിലാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ളത് കൂടെയാണ് തിരുമ്പിയെടുക്കൽ. വെറുതെ വെള്ളം കളിയും വേണ്ട, നമുക്ക് തിരുമ്പാനുള്ള വെള്ളമല്ലേ. അങ്ങനെ ഏതായാലും അതൊക്കെ ഒലുമ്പി കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ഒന്ന് ഒരു ചവിട്ടിയുണ്ട് തിരുമ്പാൻ. പിന്നെ നമ്മളെ തുടപ്പ് ഇപ്പം എന്നും തുടക്കണം. ഇല്ലെങ്കിലോ തുടപ്പ് തിരുമ്പിയിട്ടില്ലെങ്കിൽ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ളപ്പാട് വിൽക്കണം മതിയാണ്. അങ്ങനെ ഏതായാലും നമ്മൾ തിരുമ്പലും കഴിഞ്ഞു ഒലുമ്പലും കഴിഞ്ഞ് ഇനി നമുക്ക് തോരയിടണം. അപ്പോൾ അതിനേതായാലും ബക്കറ്റൊക്കെ ഇട്ട് വെക്കണുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കൊണ്ടുപോയാണ് തോരയിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏതായാലും ചിലപ്പോൾ ഈ പൈപ്പ് ഇങ്ങനെ തൂക്കിയിട്ട് കണ്ടത് അങ്ങനെ മറക്കും. പിന്നെ വെയിലൊക്കെ പോയിട്ടേക്കാരം പിന്നെ ഓർമ്മ തോരയിട്ടിട്ടില്ലല്ലോ. അങ്ങനെ തോരയിടലൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ മീൻ നന്നാക്കാൻ വേണ്ടി ഇരുന്നിക്കാണ് കേട്ടോ. മീൻ നന്നാക്കി വെക്കാം, കുറച്ച് പൊരിച്ചും ചെയ്യിച്ചാൽ കുറച്ച് ചാറും വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ചിക്കണെങ്കിൽ നമുക്ക് മീനാണ് നന്നാക്കി കജുമ്പോഴത്തേന് നമ്മളെ ചോറ്റിൻ്റെ വെള്ളം തിളച്ചും ചെയ്തോളും. പിന്നെ പോയി നമുക്ക് അരി ഇട്ടാൽ മതിയല്ലോ. ഏതായാലും നമുക്ക് ഇന്ന് മീൻ കിട്ടിയിരിക്കുന്നത് നല്ല ചുണ്ട് നീളമുള്ളൊരു മീനാണ് കേട്ടോ. പക്ഷേ പൊരിച്ചിട്ട് നല്ല രസമുണ്ടായി കേട്ടോ. ഇതിൻ്റെ പേരൊന്നും വെച്ച് പറയാൻ കൂടി ആടില്ല കേട്ടോ, എന്താണ് അതിൻ്റെ പേര് എന്നൊന്നും മീനിൻ്റെ. അപ്പോൾ മീൻ ഏതായാലും പൊരിച്ചിട്ട് രസമുണ്ടായിനി. നമ്മളെ എത്തപ്പം അതിൻ്റെ പേര് നല്ലൊരു ഇറച്ചില്ല മീൻ തന്നെയാണത്, പേരൊന്നും കുടിയാടില്ല. ഏതായാലും മീനൊക്കെ ഞാൻ നന്നാക്കി കഴിഞ്ഞു, മുറിച്ചിക്കണം കേട്ടോ. വലിയ മീനായതുകൊണ്ട് ഒക്കെ ഓരോ 2 കഷ്ണമാക്കി മുറിച്ചിക്കണം. പിന്നെ നമ്മൾ വന്നപ്പോൾ നമ്മൾ അരിയൊക്കെ കേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് ചോറ്റിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിക്കണം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇതിനുള്ള വെള്ളവും അതിന് മുക്കി എടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് മീൻ കായം കൂട്ടി വെക്കാം. വെളുത്തുള്ളിയും ജീരുള്ളിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരുംജീരകവും കുറച്ച് സുറുക്കിയും പറഞ്ഞിരിക്കണം കേട്ടോ. കാരണം നമ്മൾ കുഴച്ച് വെച്ചിക്കണ്. പിന്നെ നമ്മളെ കുക്കറിലാണ് ഞാൻ ഇപ്പം ഒന്ന് മീൻ വെക്കണത് കേട്ടോ. അപ്പോൾ ഞാനതിക്ക് വല്ലുള്ളി ഇട്ടിക്കണ്, തക്കാളി ഇട്ടിക്കണ്, പുളിങ്ങ എടുത്തിക്കണ്, പച്ചമുളക് എടുത്തിക്കണ്, മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പും പെരുംജീരകവും ഇട്ടിക്കണം കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുക്കറിലിട്ട് കണ്ടാണ് കൂക്കിച്ച. എന്നിട്ട് ബാക്കിയുള്ള പണി പിന്നെ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ചോറൊക്കെ വെന്തിക്കണ്, അതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ചെമ്പട്ടിയൊക്കെ ഒന്ന് വെള്ളം വറ്റാൻ വേണ്ടി അവിടെ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഒരു കൊട്ടക്കായൽ ഊറ്റിക്കാണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി പാർന്നിക്കണം. അപ്പോൾ നമ്മളെ ചാറ്റക്കില്ല തേങ്ങയും കൂടി ഞാനൊന്ന് അരച്ചെടുത്തേക്കണം കേട്ടോ. അതിക്ക് 2 ജീരുള്ളിൻ്റെ പൊണി ഇട്ടിക്കണം. പിന്നെ നമുക്ക് ഒരു കയ്യിലെടുത്തിട്ട് ആ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കും വേണം. എന്നിട്ട് പിന്നെ വേറെ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ട് നമ്മളെ ജീരുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ ചാറുണ്ടല്ലോ നല്ല കുറുന്നനുള്ള ചാറാണ്. കുക്കറിൽ വെച്ചാണ് എഴുതിക്കാണ്ട് രസമല്ലായി ഒന്നുമില്ല, നല്ല രസമുണ്ടായി കേട്ടോ മീൻ ചാറ്. പിന്നെ നമ്മളെ കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിക്കണേ. ഇനി നമുക്ക് അതൊന്ന് നല്ലോണം ഒന്ന്
മൂത്ത് വരട്ടഞ്ഞിട്ട് നമുക്ക് എന്താട്ടാ നമ്മൾ ആ ചാറയ്ക്കൾ പാർന്ന് കൊടുക്കുക. ഇനി അതൊന്ന് കടന്ന് തിളക്കട്ടെ. കുറച്ചും കൂടി വെള്ളം പാർന്ന് കൊടുത്തോളാം വേണ്ടിട്ടോ. ഞാൻ ആ കുക്കറൊക്കെ കേൾക്കാണ്ട് പാർന്ന് കൊടുത്തിക്കണം വെള്ളം. ഇനി അത് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഈ മീൻ തേങ്ങ അരച്ച് വെച്ചാൽ ആ രസം എന്നുള്ളത് ആ മീൻകാരൻ പറഞ്ഞു കൊടുത്തിക്കണം പോലും. അതപ്പം പുതിയാപ്പിളകാർക്ക് ഒന്ന് കണ്ടായിരുന്നു ഈ മീൻ തേങ്ങ അരച്ച് വെക്കണം കേട്ടോ പറഞ്ഞു. ഇനി മൂപ്പര മീൻ ചിലവാകാനും വേണ്ടി പറഞ്ഞതാണോ എന്ന് നമുക്ക് കൂടിയാടില്ല. അങ്ങനെയാണ് പറഞ്ഞത്. ആ മീനാണ് ചിലവാകട്ടെ എത്തിക്കാണ്ടേ തേങ്ങ അരച്ച് വെച്ചാലാണടാ ഈ ചാറ് നല്ല രസമായിക്കാരെന്ന് പറഞ്ഞു മീൻകാരനെ പറഞ്ഞു. ഏതായാലും നമ്മൾ തേങ്ങ അരച്ച് വെച്ച് നോക്കിയിരിക്കണേ. ഏതായാലും സംഭവം പൊളിയേനി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചുകൊണ്ടാണോ നമ്മളെ കൈപ്പുണ്യം കൊണ്ടാണോ ഇനി മീൻ വെച്ചാൽ രസമുണ്ട് പറഞ്ഞ മാതിരിയാണെന്നൊന്നും നമുക്ക് പറയാൻ കൂടിയാടില്ല. ഏതായാലും മീൻ കറി രസമുണ്ടായിനി. പിന്നെ ഞാൻ തേങ്ങയൊക്കെ പാർന്ന് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മൾ ഗ്യാസാണ്ട് ഓഫാക്കട്ടോ. അപ്പോൾ നല്ലോണം ഒന്നും വെട്ടി തിളക്കൊന്നും വേണ്ട. നമ്മളെ മീൻ കറിയല്ലേ, തേങ്ങ പാർന്ന് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ നമുക്ക് ഓഫാക്കിയിടാം. അല്ലെങ്കിൽ നമ്മളെ തേങ്ങ അരച്ചത് എന്താട്ടും പിരിഞ്ഞു പോകും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ചെടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് മീൻ പൊരിച്ചാനുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഉപ്പേരിയും ഒന്നുമില്ല, ഇന്ന് പൈമാണ്ട് ഒപ്പിച്ച. പിന്നെ അങ്ങനെ ഏതായാലും നമ്മൾ ചോറൊക്കെ ഊറ്റി വെച്ചിക്കണം. ഇനി നമുക്ക് നമ്മളെ മീനൊന്ന് പൊരിച്ചെടുക്കണം. അതിന് ഓയിലും പാർന്നിക്കണ്, കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണം. ഇനി നമുക്ക് മീനൊക്കെ ഓരോന്ന് നിരത്തി കൊടുക്കട്ടോ. അപ്പോൾ അങ്ങനെ മീനും പൊരിച്ചെടുക്കാം. അപ്പോൾ ഏതായാലും ഈ മീൻ പൊരിയോട് കൂടി നമ്മളെ വീഡിയോ കൊണ്ട് അവസാനിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ എന്നും പറയണ മാതിരി എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടക്കാർക്കും കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരണ്ട്. അതുവരെ എല്ലാവരോടും നമ്മൾ അസ്സലാമു അലൈക്കും. അപ്പം ഇനി നാളെ വരട്ടോ ഇൻഷാ അല്ലാഹ്.